വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ത്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യയുടെ മെയിൻ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. ചാപ്റ്ററിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ ഓതർ സേ ദാറ്റ് ദ ബേർഡ്സ് ഗോ ഹാഡ് നോട്ട് റീഡ് ദി ടെക്സ്റ്റ് ബുക്സ്? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ പക്ഷികൾ പാഠപുസ്തകങ്ങൾ വായിച്ചിട്ടില്ലെന്ന് പറയുന്നത്? ആൻസർ നോക്കാം. ദ ഓതർ സേസ് ദാറ്റ് ദ ബേർഡ്സ് ഹാഡ് നോട്ട് റീഡ് ദ ടെക്സ്റ്റ് ബുക്സ് ബിക്കോസ് what is found in the textbooks about the nesting habits of birds differs from their actual nesting habits. Birds don't make their nest as prescribed in the textbooks. പക്ഷികൾ കൂട് കൂട്ടുന്നത് പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ടാണ് സലീം അലി പക്ഷികൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ടില്ലെന്ന് പറയുന്നത്. പാഠപുസ്തകങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെയല്ല പക്ഷികൾ എന്ത് ചെയ്യുന്നത്? കൂട് കൂട്ടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. യു നോ വാട്ട് ഹാപ്പൻ വെൻ സലീം അലി ആൻഡ് ഒമർ വെൻ ബേർഡ് വാച്ചിങ് ഇൻ പറമ്പിക്കുളം? Why do people engage in such adventurous but challenging activities? സലീം അലിയും ഒമറും പറമ്പിക്കുളത്ത് പക്ഷി നിരീക്ഷണത്തിന് പോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം സാഹസികത നിറഞ്ഞിട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമായ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത്? ആൻസർ. പീപ്പിൾ എൻഗേജ് ഇൻ സച്ച് അഡ്വഞ്ചറസ് ബട്ട് ചലഞ്ചിങ് ആക്ടിവിറ്റീസ് because of the joy and satisfaction they get when they do things they want to do. Man by nature is curious. All human progress is the result of the adventurous and challenging activities undertaken by curious and brave people. ആളുകൾ ഇത്തരം സാഹസികത നിറഞ്ഞിട്ടുള്ളതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്, സംതൃപ്തി കൊണ്ടാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ തന്നെ കൗതുകമുണ്ടല്ലോ എല്ലാത്തിനോടും. ഈ കൗതുകവും ധീരരുമായ ആളുകൾ ഏറ്റെടുക്കുന്ന സാഹസികവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ആക്ടിവിറ്റികളുടെ റിസൾട്ടാണ് മനുഷ്യൻ്റെ എല്ലാ പുരോഗതിയും. തേർഡ് ക്വസ്റ്റ്യൻ. The sight of the yellow-napped hyena enthralled Salim Ali that he forgot his surroundings. Narrate the incident. മഞ്ഞ തലയുള്ള യുഹീനിയ പക്ഷിയാണല്ലേ. ആ പക്ഷിയെ കണ്ടപ്പോൾ സലീം അലിക്ക് കൗതുകം തോന്നി. അയാൾ വല്ലാതെ അത് ആകർഷിച്ചു. അയാൾ തൻ്റെ ചുറ്റുപാടുകൾ മറന്നു. സംഭവം വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. The incident took place when Salim Ali was on the Himalayan trail from Almora to the Lippu Lake Pass on his way to Lake Manasarovar and Mount Kailas in 1945. He was at a particularly narrow part of the trail with 1,000 feet of vertical scrap on side and the roaring Kali River some 300 feet vertically down the other side. He then saw this yellow-napped hyena. To have a closer look, he took a step back. He heard a pebble tumbling down. When he looked back, he realized that if he had gone back 2 inches further, he would have fallen into an abyss. He was lucky. 1945 സലീം അലി അൽമോറയിൽ നിന്ന് ലിപ്പു ലേക്ക് പാസിലേക്ക് ഹിമാലയൻ പാതയിലൂടെ മാനസ സരോവർ തടാകത്തിലേക്കും കൈലാസ് പർവ്വതത്തിലേക്കും പോകുമ്പോഴാണ് ഈ സംഭവം നടന്നത്. പാതയുടെ വളരെ ഇടുങ്ങിയ ഒരു ഭാഗത്തായിരുന്നു അദ്ദേഹം. ഒരു വശത്ത് 1000 അടിയുള്ള വെർട്ടിക്കലായിട്ടുള്ള സ്കാർപ്പും മറ്റു വശത്ത് ഏകദേശം 300 അടി വെർട്ടിക്കലായിട്ടുള്ള ഇരമ്പുന്ന കാളി നദിയും ഉണ്ടായിരുന്നു. അപ്പോൾ സലീം അലി മഞ്ഞ നിറത്തിലുള്ള യുഹീനയെ കണ്ടു. പക്ഷിയെ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പടി പിന്നോട്ട് കാല് വെച്ചു. ഒരു കല്ല് താഴേക്ക് വീഴുന്ന ശബ്ദം അപ്പോൾ അദ്ദേഹം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ 2 ഇഞ്ച് പിന്നോട്ട് പോയിരുന്നെങ്കിൽ
താൻ ആ താഴ്ചയിലേക്ക് വീഴുമായിരുന്നു. അദ്ദേഹം ഭാഗ്യവാനാണ്.